ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാം തിരുവചനം. ഭൂമിയിലുള്ളവയിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. ഇന്ന് ഞാനും നിങ്ങളും ഓരോ ദിവസം ഈ ഭൂമിയിലെ ജീവിതം ധന്യമാക്കുന്നതിനു വേണ്ടി വ്യഗ്രതപ്പെട്ടുകൊണ്ട് വിശ്രമമില്ലാതെ രാവും പകലും നെട്ടോട്ടം ഓടുകയാണ്. സങ്കീർത്തകൻ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 90-ാം അധ്യായം 10-ാം തിരുവചനം. ആയുസ് 70, ഏറിയാൽ 80. അക്കാലം അത്രയും അധ്വാനവും ദുരിതവും മാത്രമാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. ക്യാൻസർ എന്ന മഹാരോഗം പിടിപെട്ട് എത്രയോ മക്കൾ 30 വയസ്സോ 40 വയസ്സോ തികയാതെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായം 10-ാം തിരുവചനം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഏതാനും വത്സരങ്ങൾ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയുമാണെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 15-ാം അധ്യായം 19-ാം തിരുവചനത്തിലൂടെ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ജീവിതത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാവരെക്കാളും നിർഭാഗ്യരാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ ഈശോ മിശിഹ ഈ വചനത്തിലൂടെയെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നിത്യജീവൻ അഥവാ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതത്തിൻ്റെ ഒരു ഉടമ ആകോ എന്നുള്ളതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തെ അറിഞ്ഞും ദൈവത്തെ സ്നേഹിച്ചും ദൈവരാജ്യ ശുശ്രൂഷ ചെയ്തും അവസാനമായി സ്വർഗം പ്രാപിക്കുകയും നിത്യമായ സ്വർഗീയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുക. സ്വർഗം ലക്ഷ്യമല്ലാത്ത ജീവിത വീക്ഷണം നമ്മളെ നിരാശയിലേക്കും തകർച്ചകളിലേക്കും മാത്രമേ നയിക്കുകയുള്ളൂ. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 6-ാം തിരുവചനം ഇപ്രകാരമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ലൗകിക നേട്ടങ്ങൾ മരണത്തിലേക്കും ആത്മീയ നേട്ടങ്ങൾ നിത്യതയിലേക്കും നയിക്കുമെന്ന്. ജീവിതത്തിലെ സഹനങ്ങളെല്ലാം സഹിക്കാനുള്ള കഴിവ് സ്വർഗത്തിലുള്ള പ്രത്യാശയാണ്. വീണ്ടും വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, സ്വർഗരാജ്യത്തിലാണ് നമ്മുടെ പൗരത്വം എന്നുള്ളത്. ഈ ജീവിതത്തിലെ ഇല്ലായ്മകളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡനങ്ങളും എല്ലാം സാധാരണമാണ്. ചിലർക്ക് ഇത് മതി അവരുടെ ജീവിതം അവസാനിപ്പിക്കാൻ. എന്നാൽ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന സഹനങ്ങളും വേദനകളും വിപരീത അനുഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ തളരുകയല്ല ചെയ്യുന്നത്, മറിച്ച് വളരുകയാണ് ചെയ്യുന്നത്. അതാണല്ലോ സകല വിശുദ്ധരും നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവം ഈ ഭൂമിയിൽ ദാനമായി തന്ന ഓരോ ദിവസവും ആഴമായ വിശ്വാസത്തിലും വിശുദ്ധിയിലും വിശ്വസ്തതയിലും വിവേകത്തിലും വിജ്ഞാനത്തിലും സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാനുള്ള കൃപകളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഈ വചനം നമ്മളിലും മാംസം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ.